ഹലോ, നിങ്ങൾ ഇതേപോലത്തെ മുട്ടയൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായോ? എന്നെ പോലെയാണോ നിങ്ങൾ? ഒരു 5 ഇയേഴ്സ് അല്ലല്ല 6 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവും. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. തുറക്കുമ്പോഴത്തേക്കും ആരെയും കാട്ടി മണമാവും. അപ്പോൾ അത് ഓൾറെഡി ഞാൻ സീലിൻ്റെ ഹൗസ് ജംസ് എന്നൊക്കെ പറയുന്ന അത് മാറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് എന്തൊക്കെ കഴിക്കുന്നോ അതിനൊക്കെ വീഡിയോ എടുക്കണം. ഇതിന് നല്ല മണമാണ് കേട്ടോ. അകത്തോട്ടൊന്ന് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മണമായിരിക്കും. ആ മണം കുറേ സമയം ഇങ്ങനെ സ്മെല്ല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്രത്യേകിച്ച് ഇത് മേടിക്കാൻ പോകുമ്പോൾ എനിക്കിതിന് ബോളാണ് ആവശ്യം. ഞാൻ ഇപ്രാവശ്യം എടുത്തത് ചോട്ടാ ഭീം എഡിഷനാണ് കേട്ടോ. കുറേ എഡിഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ സെലക്ട് ചെയ്തത് ചോട്ടാ ഭീം തന്നെയാണ്. ചോട്ടാ ഭീം നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ ജംസിൻ്റെ പാക്കറ്റൊക്കെ എടുത്തങ്ങ് വെച്ചിട്ട് എനിക്ക് കിട്ടിയ ടോയ് ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ നേരം സ്മെല്ലൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഓരോ സ്ഥലത്തെ അങ്ങനെ എങ്ങനെ വെക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതേപോലെ റൗണ്ടൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ചുണ്ടിലങ്ങനെ വെച്ച് കളിക്കാൻ. പക്ഷെ കുറേ വീഡിയോസൊക്കെ കണ്ടെല്ലാം ചെറിയൊരു ഭയമുണ്ട് കേട്ടോ. കാരണം അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് നേരം നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ലിപ്സ് ഫുൾ അങ്ങ് പ്ലംബാണ്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ നിലനിൽക്കും. അങ്ങനെ കേട്ട് ഭയക്കുന്നവരുണ്ടോ ഇവിടെ? നമ്മൾക്കപ്പോൾ അങ്ങനെ അൺബോക്സ് ചെയ്യാം. എന്തായിരിക്കും എന്നുള്ളൊരു ഗസ് നിങ്ങൾക്കുണ്ടോ? എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചോട്ടാ ഭീമായിരിക്കുമെന്ന്. കാരണം ചോട്ടാ ഭീമിൻ്റെ എഡിഷൻ അല്ലേ ഉള്ളത്. അപ്പോൾ നല്ല ടോയാണെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അകത്തല്ലേ എന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഒരു വിധം തുറന്ന് അങ്ങനെ ഉള്ളിൽ എന്താണ് കിട്ടിയത് നോക്കി. നമുക്ക് കിട്ടിയത് ചുട്കിയാണ് കേട്ടോ. ചുട്കി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ചുട്കി ചോട്ടാ ഭീമിൻ്റെ ആരാ? അപ്പോൾ അങ്ങനെ തുറന്നു എന്തൊക്കെയാണുള്ളത് നോക്കി. സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്നൊരു ഫിൽറ്ററൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഈ ഫിൽറ്ററൊക്കെ ഒന്ന് മാറ്റി ഇട്ടെന്ന് ചെയ്യാമെന്ന്. വില പ്രാവശ്യം ഒന്നും തന്നെയായിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ കുട പിടിച്ചേക്കുന്ന ചുക്കിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ മറ്റത് കഴിച്ചില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാൻ കരുതി. പിന്നെ എനിക്ക് ഒരു ഹാപ്പി ന്യൂസും ഇവിടെ ഉണ്ട്. മീൻസ് ലൈക്ക് എനിക്ക് സഹോദയ പ്രോഗ്രാം ഫസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ സഹോദയ മീൻസ് ലൈക്ക് വേറെ സ്കൂളിൽ പോയി നമ്മൾ ഡാൻസ് കളിച്ച് പ്രൈസ് മേടിക്കുക, അതാണ് ഒരു ലക്ഷ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.